പ്രേക്ഷകരെ ചിരിക്കുഴിയിൽ വീഴ്ത്തി ബേസിലും കൂട്ടരും. ഗുരുവായൂർ അമ്പലനടയുടെ വമ്പൻ വിജയത്തിനു ശേഷം ബേസിൽ ജോസഫ് നായകനായതാണ് നുണക്കുഴി. സംവിധാനം നിർവഹിച്ചതാകട്ടെ ജിത്തു ജോസഫും. ഇത്തവണ ചിരിക്ക് പ്രാധാന്യം നൽകിയാണ് സംവിധായകൻ ജിത്തു ജോസഫ് എത്തിയിരിക്കുന്നതെന്ന പ്രത്യേകതയുണ്ട്. പൊട്ടിച്ചിരിപ്പിക്കാൻ ജിത്തു ജോസഫൊപ്പം ബേസിൽ ജോസഫും കൂട്ടരും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ബേസിൽ ജോസഫ്, നിഖില വിമൽ, ഗ്രേസ് ആന്റണി എന്നീ 3 പേരുകാരോടൊപ്പം ജിത്തു ജോസഫ് എന്ന പേര് കൂടി ചേരുമ്പോൾ പ്രേക്ഷകർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കോമഡി ഫാമിലി എന്റർടൈനറായ നുണക്കുഴി എന്ന ചിത്രത്തിനാണ്. ജിത്തു ജോസഫിന്റെ ഭൂരിഭാഗം ചിത്രങ്ങളുടെയും തിരക്കഥ അദ്ദേഹം തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ നുണക്കുഴിയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത് 12th മാൻ, കൂമൻ എന്നിവയുടെ തിരക്കഥാകൃത്തായ KR കൃഷ്ണകുമാറാണ്. ഛായാഗ്രഹണം സതീഷ് കുറുപ്പാണ്. ഇന്ത്യയിൽ നുണക്കുഴി മികച്ച ഓപ്പണിംഗ് കളക്ഷനാണ് നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് നുണക്കുഴി 2.9 കോടി രൂപയാണ് ഇതുവരെ നേടിയിരിക്കുന്നത് എന്നാണ് കണക്ക്. ബേസിൽ ജോസഫിന്റെ നുണക്കുഴി സിനിമയുടെ റിലീസിന് മികച്ച പ്രതികരണമുള്ളതിനാൽ ആകെ കളക്ഷനിൽ വൻ നേട്ടമുണ്ടാക്കാനാകും എന്നാണ് പ്രതീക്ഷ. രസകരമായ ഒട്ടേറെ ചിരിരംഗങ്ങളുമായാണ് സിനിമ പ്രേക്ഷകരുടെ ഉള്ളിൽ പ്രിയം നേടിയിരിക്കുന്നത്. ബേസിൽ ജോസഫിന്റെ മാനറിസങ്ങളാണ് നുണക്കുഴി എന്ന സിനിമയുടെ പ്രധാന ആകർഷണം. ആകാംക്ഷ നിറച്ച ചിരി തരംഗങ്ങളാണ് സിനിമയിൽ ഉടനീളം എന്നതും ഒരു പ്രത്യേകതയാണ്. കോമഡിയിലെ ടൈമിങ്ങിൽ മികവ് പ്രകടിപ്പിക്കുന്ന താരം ബേസിൽ ജോസഫിന്റെ നുണക്കുഴി കുടുംബ പ്രേക്ഷകരുടെ സിനിമയായി മാറുന്നു. ബേസിലിനൊപ്പം ഗ്രേസ് ആന്റണിയും സിദ്ദിഖും ബൈജുവും മനോജ് കെ ജയനും അൽത്താഫും സൈജു കുറുപ്പുമൊക്കെ ചിരിക്ക് കൂട്ടായെത്തുമ്പോൾ ഇക്കുറി അജു വർഗീസ് അല്പം സീരിയസ് ആണ്. ബൈജു സന്തോഷ്, ഗ്രേസ് ആന്റണി, സൈജു കുറുപ്പ്, അജു വർഗീഷ്, സിദ്ദിഖ്, ബിനു പപ്പു തുടങ്ങിയവരുടെ പ്രകടനവും സിനിമയുടെ രസം കൂട്ടി. മനോജ് കെ ജയൻ, അൽത്താഫ് സലീം, നിഖില വിമൽ തുടങ്ങിയവർ പതിവ് ശൈലി തന്നെയായിരുന്നു എന്ന് മാത്രമല്ല ചിലയിടങ്ങളിൽ പ്രേക്ഷകരെ നന്നായി വെറുപ്പിക്കുകയും ചെയ്തു. ത്രില്ലർ സിനിമകളിലൂടെ ഒരുപാട് ആരാധകരെ ലഭിച്ച സംവിധായകനാണ് ജിത്തു ജോസഫ്. ദൃശ്യത്തിലൂടെയാണ് അദ്ദേഹം മലയാളികൾക്കിടയിൽ കൂടുതൽ ജനപ്രിയനായത്. നടൻ സിദ്ദിഖ് ജിത്തുവിന്റെ സിനിമകളിൽ പ്രധാന വേഷങ്ങളാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023 അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ എത്തിയ നേര് എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ സിദ്ദിഖും അഭിനയിച്ചിരുന്നു. നേരിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രമായിരുന്നു സിദ്ദിഖിന്റെ അഡ്വക്കേറ്റ് രാജശേഖരൻ. ഈയിടെ ഇറങ്ങിയ ജിത്തു ജോസഫിന്റെ തന്നെ നുണക്കുഴി എന്ന സിനിമയിലും സിദ്ദിഖ് ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. എന്നാൽ അതിൽ ഒരു കോമഡി നിറഞ്ഞ റോളിലാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിന്റെ അഭിനയം വളരെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു എന്നാണ് സംവിധായകൻ പറയുന്നത്. എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും ചെയ്ത് വളരെ പ്രൂവ് ചെയ്ത നടനാണ് സിദ്ദിഖ്. ഏതൊരു കഥാപാത്രവും സിദ്ദിഖ് എന്ന നടന്റെ കയ്യിൽ ഭദ്രമാണ്. ഒന്നിനൊന്ന് കോർത്തിണക്കിപ്പോകുന്ന ചിരിരംഗങ്ങളിൽ എല്ലാവരും മികച്ച പ്രകടനം നടത്തുന്നു. ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സതീഷ് കുറുപ്പാണ്. ഉത്സവകാലത്ത് ആർത്തു ചിരിക്കാൻ വിഭവങ്ങളുള്ള ചിത്രമാണ് നുണക്കുഴി എന്ന സിനിമ. ആസ്വദിച്ചവർ പറയുന്നു, അത് കാഴ്ചയിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നുണകൾ കൊണ്ടൊരു കൊട്ടാരം സൃഷ്ടിച്ച് പിന്നെ കുടുക്കിൽ നിന്ന് ഉരാക്കൊടുക്കുകളിലേക്ക് ചെന്ന് വീഴുന്ന നായകന്റെയും സഹതാരങ്ങളുടെയും കഥ പലപ്പോഴായി നമ്മൾ മലയാള സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അപരിചിതരായ ഒരു കൂട്ടം ആളുകളുടെ ജീവിതം ഒരു ദിവസം അസാധാരണമായ പ്രതിസന്ധിയിൽ പെടുന്നതും അവിടെ നിന്ന് അപ്രതീക്ഷിതമായ ബന്ധം അവർ തമ്മിൽ ഉടലെടുക്കുന്നതുമൊക്കെ മലയാള സിനിമകളിൽ പ്രിയദർശൻ അടക്കമുള്ള സംവിധായകർ പലതവണ പരീക്ഷിച്ച് വിജയിപ്പിച്ച ഒരു ഫോർമുലയാണ്. ഇതേ ഫോർമാറ്റിലുള്ള സിനിമയാണ് നുണക്കുഴി. കൃഷ്ണകുമാറാണ് ആദ്യ പകുന്നതുമൊക്കെ ഇവർ